ഹായ് ഫ്രണ്ട്സ്, ഞാൻ PFC മുക്കം. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത്. കാരണം ഞാൻ കുറച്ച് മുൻപ് എന്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ECA എന്ന പാനലിനെ പറ്റി, ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ പറ്റി ഞാൻ ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിത് സന്തോഷത്തോടെ പറയാൻ കാരണം ഇത് കേരളത്തിൽ വൻ തരംഗമായിരിക്കുകയാണ്. അതിന്റെ ഒരു സാക്ഷ്യത്തിനായിട്ട് ഒരു വിവരം നിങ്ങൾക്ക് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം, കാരണം ഇതൊരു വലിയ സംഭവമാണ്. ഇത് കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു എഞ്ചിനീയർ, ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹം കൺസ്ട്രക്ഷൻ ചെയ്ത വിവരങ്ങളും അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസുകളുമാണ് നിങ്ങളെ ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഇനി നമ്മൾക്ക് കേരളത്തിൽ നിർമ്മാണത്തിന് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നിങ്ങൾ സത്യം, കാരണം മനുഷ്യന് ഒരു കാര്യത്തിലും ആർക്കും പൂർണ്ണമായ അറിവുകളില്ല. മനുഷ്യൻ സഹജീവിയാണ്. അത് ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന അറിവുകൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിൽ ഇനി നിർമ്മാണത്തിന് ഇത്രമാത്രം സൗകര്യപ്രദമായ ഒന്നുമില്ല. കാരണം ഇത് ഹീറ്റ് റെസിസ്റ്റഡ് ആണ്, വാട്ടർ റെസിസ്റ്റഡ് ആണ്. 7 മഴക്കാലത്തും ഏത് സമയത്തും ഇത് പണിയാവുന്നതാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എവിടെയും വന്ന് സാക്ഷ്യമെടുക്കാവുന്നതാണ്. ഓക്കെ. ഇദ്ദേഹം അജയപ്രസാദ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ A ഗ്രേഡ് എഞ്ചിനീയറും കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറും ആണ്. ഇദ്ദേഹത്തിൻ്റെ കേരളത്തിലെ 2 സ്ഥാപനങ്ങളാണ് ഈ കാണുന്നത്. ആചാര്യ സൈബോർഗ് എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ പരിചയപ്പെടുത്തിയ ECA പാനൽ ഉപയോഗിച്ച് ഇദ്ദേഹം നടത്തിയ കൺസ്ട്രക്ഷനുകളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം താഴെ കൊടുക്കുന്ന നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ ഏതുവിധ സംശയങ്ങളും പൂർത്തീകരിക്കാവുന്നതാണ്. ഇനി ECA പാനൽ ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങളും കുറച്ച് വിവരങ്ങളും തരാം. കൂടുതൽ അറിയാൻ യൂട്യൂബിൽ PFC മുക്കം എന്ന് സെർച്ച് ചെയ്ത് ECA പാനൽ കൺസ്ട്രക്ഷൻ സംബന്ധിച്ച വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹലോ, ഹായ്. ഞങ്ങളൊരു സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ECA എന്ന് പറഞ്ഞ എക്സ്പാൻഡഡ് ക്ലേ അഗ്രിഗേറ്റ്സ് വെച്ചുള്ള സ്ലാബുകൾ ഞങ്ങളൊരു മാനുഫാക്ചർ ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്ന് അതെടുത്ത് ഞങ്ങളതിനെ കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് കൊണ്ടുപോയി ഇറക്റ്റ് ചെയ്ത് നല്ലൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യും. ഇദ്ദേഹം ഇതിന്റെ മാനുഫാക്ചറാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ റിപ്ലൈ കേൾക്കാം. സർ, കൺസ്ട്രക്ഷൻ സൈഡിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വാൾ എടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മാനുഫാക്ചറർ എന്നുള്ള നിലയ്ക്ക് എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് നമ്മൾ കൺവെൻഷണൽ രീതിയിൽ വിട്ടുകൊണ്ട് ഒരു റാപ്പിഡ് ഹോം എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും പ്രത്യേകത. പിന്നെ ECA എന്ന് പറഞ്ഞത് ഒരു ECA അല്ലെങ്കിൽ ക്ലേ ബാൾ എന്ന് പറയുന്നത് ഒരു തെർമൽ ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചൂട് ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനേക്കാൾ ഒരു 5 to 8 degrees ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ നോക്കുമ്പോൾ ഇന്ന് AC ഇല്ലാതെ ഇരിക്കാൻ പറ്റുക എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഈ പാനിൽ വെച്ച് വീട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. AC ഉപയോഗിക്കേണ്ടി വരില്ല. നമുക്ക് ഇലക്ട്രിസിറ്റി യൂസേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ റാപ്പിഡ് ഹോംസ് എന്ന് നമുക്ക് ഒരു മാസം കൊണ്ട് തീർക്കുക എന്നുള്ളത് ചെറിയ കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ലേബേഴ്സിനെ കിട്ടാനും അല്ലെങ്കിൽ മെറ്റീരിയൽസ് കിട്ടാനും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ഒരു മാസം കൊണ്ട് ഒരു വീട് തീർത്ത് താമസം തുടങ്ങാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് പാനലിന്റെ തിക്നെസ് പറഞ്ഞാൽ 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് അങ്ങനെ പല ഡിഫറൻസ് ഡയമെൻഷനിൽ വരുന്നുണ്ട്. ശരിക്കും 2 ഇഞ്ച് പാനൽ വെച്ച് വീട് കെട്ടിക്കഴിഞ്ഞാൽ പോലും വീട് ലോഡ് ബെയറിംഗ് ആണത്. നമുക്ക് ഉള്ളിലെ കാർപ്പറ്റ് ഏരിയ ഒരു 1000 സ്ക്വയർ ഫീറ്റ് തന്നെ നമുക്കൊരു 900 സ്ക്വയർ ഫീറ്റ് താഴെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വേറെ നമ്മൾ പാനൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വാൾ തിക്നെസ് കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാർപ്പറ്റ് ഏരിയ കൂടുതൽ കിട്ടും. അങ്ങനെയും നമുക്ക് ബെനിഫിറ്റ് ആകും. പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് 2000 രൂപ 2500 വെച്ച് ചെയ്യുമ്പോൾ ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ചെറിയൊരു ബിൽഡിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ 2-2.5 ലക്ഷം രൂപ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതേപോലെ ഈ ബിൽഡിങ്ങിന്റെ നമുക്കൊരു റിനോവേഷൻ വരികയാണ്. ഈസിയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൊളിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് വേറെ പാനൽ വെച്ചുകൊണ്ട് അതിനെ റിനോവേറ്റ് ചെയ്യാം. അഡീഷണൽ റൂം എടുക്കാം. അല്ലെങ്കിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഇത് പൊളിച്ചു മാറ്റിയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതും പോസിബിളാണ്. മെറ്റീരിയൽ ഒന്നും തന്നെ നമുക്ക് നഷ്ടപ്പെടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
ഇത് സാധാരണ ചുമര് വെക്കുന്ന പോലെയല്ല, ബഡ് ജോയിന്റ് ആണ്, എല്ലാം വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് പാനൽ ഒട്ടും തന്നെ ഡാമേജ് വരാതെ നമുക്കത് 10, 15, 20 വർഷത്തിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു 30 to 40% ഡിഫറൻസ് നമുക്കത് ഇതിൽ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഫൗണ്ടേഷൻ കോസ്റ്റ് മോർ ദാൻ 60% സേവ് ചെയ്യാനുള്ളതാണ്. ഇതിനത് കണ്ണൻ ഷീറ്റിനെക്കാട്ടിലും വെയിറ്റ് 1/4 വെയിറ്റ് മാത്രമേ വരുന്നതുകൊണ്ട് ഓവറോൾ ഡെഡ് ലോഡ് കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാം. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കോസ്റ്റ് ആണ്. അതെ, പബ്ലിക്കിന് അത് കോസ്റ്റ്ലി പ്രോഫിറ്റബിൾ ആണ് അല്ലെ, കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലെ. ഓക്കെ, താങ്ക് യു സർ. ഇദ്ദേഹം PF ചാക്കോ യൂട്യൂബറാണ്. പോരാതെ തന്നെ കൺസ്ട്രക്ഷനിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളൊരു പിന്നെ പ്രീ ഫാബ്രിക്കേറ്റഡ് വാളിൽ ജിപ്സം ഫൈബർ വാളൊക്കെ ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോടും ചോദിക്കാം, കൺസ്ട്രക്ഷൻ വൈസ് ഇതും അതും ഫീൽ ആയ ഒരാളാണ്. എന്താണ് പുള്ളിയുടെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം, എന്നിട്ട് അതിന് റിപ്ലൈ നമുക്ക് എടുക്കാം. പറയൂ. ഞാൻ PFC മുക്കം. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫെസിലിറ്റീസും അഡ്വാൻറ്റേജസും എല്ലാം ഇതിന്റെ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തി തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാനൊരു 40 വർഷമായി സ്വദേശ വിദേശ രാജ്യങ്ങളിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിന് മുമ്പ് ഒരു പാനൽ ചെയ്തിരുന്നു, GFRG, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്മെന്റ് ജിപ്സം. അതെല്ലാവരും നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി കാണാം. ഒരുപാട് കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നു, അത് നിർത്തിപ്പോയി, കമ്പനി നിർത്തിപ്പോയി. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ അത് മാനുഫാക്ചർ ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ പാനലിന്റെ കേസ് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടതും ഇത് ഇവിടെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ചെയ്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. ഈ GFRGയേക്കാൾ കുറേ കൂടി അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഇത് ബിയറിങ്ങിലോടുള്ളതുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് വേണ്ടി കോൺക്രീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിന് മുകളിൽ കൂളിംഗ് ആണ്, ബാക്കി എല്ലാ ഫെസിലിറ്റീസ് അദ്ദേഹം പറഞ്ഞു തന്നെയാണ്. പക്ഷെ കൺസ്ട്രക്ഷൻ വളരെ ഈസി ആയിരിക്കും. ഒരു 2 മാസം 3 മാസം കൊണ്ട് നമുക്ക് എത്ര ഹൈടെക് വീടും ചെയ്ത് തീർക്കാം. ഇതാണ്. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാവുന്നതാണ്. വ്യക്തമായിട്ട് ചോദിച്ചാൽ എന്തും പറഞ്ഞുതരാം. കാരണം 40 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. കാരണം ഞാൻ ഇത് ഇറക്കിയത് ഞാനാണ്. അപ്പൊ ഇറക്കി ചെയ്തപ്പോ എനിക്കുള്ള എക്സ്പീരിയൻസ് ഇവരിൽ നിന്ന് 2 പേരിൽ നിന്നും കിട്ടുന്ന അനുഭവം വെച്ചാൽ തുടങ്ങിയേക്കണേ. തുടങ്ങുമ്പോൾ ഞാനിത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ജിപ്സം ഫൈബർ വാളൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ് വേണം. ഇതൊന്നുമില്ല, സ്ലാബിന് 2 ഓട്ടിട്ട് കൊടുക്കുക, 2 റോഡ് ഇട്ട് കൊടുക്കുക, ബെൽറ്റ് ഇടുക, തൂക്കുക, എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയി വെക്കാൻ പറ്റും. വളരെ ഈസി, റിലയബിൾ, സ്ട്രോങ്ങർ ആൻഡ് ചീപ്പർ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പൊ കണ്ടതിൽ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിളിക്കുക 97 45 670 155. PFC മുക്കം. എംബസി സർട്ടിഫൈഡ് A ഗ്രേഡ് മേസൺ ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ ആണ്. 2 82 81 63 44 52. A ഗ്രേഡ് എഞ്ചിനീയർ ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ. ഇദ്ദേഹം MD ആണ്, ആചാര്യ സൈബോർഗ് എന്റർപ്രൈസസ് ലിമിറ്റഡ് ഉടമയാണ്. 3 87 14 12 35 86. ശ്രീ ബാബു. ഇദ്ദേഹം മാനുഫാക്ചറാണ്, ECA പാനൽ കമ്പനിയുടെ MD ആണ്. ഇദ്ദേഹം ഒരു എയർഫോഴ്സ് റിട്ടയർഡ് ഓഫീസറാണ്. ഇനി ബിൽഡിംഗ് സംബന്ധമായ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. താങ്ക്സ്. PFC മുക്കം.